ഹായ്. അപ്പോൾ അടുത്തത് നമ്മുടെ കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡയറക്റ്റായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. മേ ബി ഒബ്ജക്റ്റീവിൽ ഏതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ളത് തിയറി അല്ല, പ്രാക്ടിക്കൽ പ്രോബ്ലംസാണ്. 7 മാർക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്ജക്റ്റീവ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതർവൈസ് ഈ പറയുന്ന 7 മാർക്കിന് ഐ തിങ്ക് നമ്മൾ മെറ്റീരിയലകത്ത്, ദാറ്റ് മീൻസ് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് കുറച്ചധികം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കിയാൽ എളുപ്പമായിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയ പോയിന്റ്സ് ഞാൻ പറയാം. നമുക്കറിയാലോ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മാക്സിമം കപ്പാസിറ്റിയാണ്. മാക്സിമം കപ്പാസിറ്റി മീൻസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ പറയുന്ന പോലെ 1 മണിക്കൂറിൽ 15 പ്രൊഡക്റ്റ് ആണ്. സോറി, യെസ്, 1 മണിക്കൂറിൽ സപ്പോസ് 15 പ്രൊഡക്റ്റ് ആണെങ്കിൽ 8 ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ 3 ഷിഫ്റ്റ് ആണെങ്കിൽ, അങ്ങനെ ഒരു വർഷം 365 ദിവസമാണെങ്കിൽ ആ പറയുന്ന എല്ലാത്തിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയാം. ഇവിടെ നിങ്ങൾ എക്സാം പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ചില പ്രോബ്ലത്തിനകത്ത് 360 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു വർഷം എന്ന് പറയുന്നത് 360 ദിവസമായിട്ട് കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തെറ്റിക്കരുത്, അവിടെ കറക്റ്റായിട്ട് 360 ദിവസം എടുക്കണം. ഇനി സെക്കൻഡ് വൺ, നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിനകത്തുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിനകത്ത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ ഡിവൈഡ് ബൈ എത്ര വർഷമാണോ അത്രയും വർഷമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? 3 വർഷത്തെ 5 വർഷത്തെ ഡീറ്റെയിൽസ് എത്രയാണോ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചെന്നെ വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചായിരുന്നു, സാറേ പഴയ സ്കാനറിനകത്ത് ഞങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കി. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ആവറേജ് കപ്പാസിറ്റി ആയിട്ട് അല്ലെങ്കിൽ നോർമൽ കപ്പാസിറ്റി ആയിട്ട് 3 വർഷത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് 3 to 5 years, ഈ 3 വർഷത്തിന് 5 വർഷത്തിന് ഇടയ്ക്ക്, അല്ലെങ്കിൽ 3 വർഷം 5 വർഷമോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർമൽ കപ്പാസിറ്റിയുടെ പെർസെൻറ്റേജ് നോർമൽ കപ്പാസിറ്റി എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് 5 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടില്ലെങ്കിൽ അത് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടും. അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഞാൻ പറയാം. അടുത്തത് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. ഈ പറയുന്ന ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ നിന്ന് പ്രിവെന്റീവ് മെയിൻ്റനൻസോ റിപ്പയർസോ അല്ലെങ്കിൽ സെറ്റപ്പോ നോർമൽ ഡിലേയോ വീക്ക്ലി ഓഫോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൈനസ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, പ്രാക്ടിക്കൽ കപ്പാസിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 15 ഒരു മണിക്കൂറിൽ 15 വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ പോകും. അപ്പോൾ 8 എന്നുള്ളത് 7 ആയി. അങ്ങനെ 3 ഈ 365 ദിവസത്തിനകത്ത് മേ ബി 55 ദിവസം ഹോളിഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതും കൂടെ മൈനസ് ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്തായിട്ട് റേറ്റ് ചെയ്യുക, പ്രാക്ടിക്കൽ കപ്പാസിറ്റി ആയിട്ട് റേറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ, ആക്ച്വൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു പ്രോബ്ലത്തിനകത്ത് പ്രീവിയസ് പ്രീവിയസ് 5 ഇയേഴ്സിലെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 6 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മനസ്സിലായി? ആ സെന്റൻസ് അങ്ങനെയായിരുന്നു. കറണ്ട് ഇയർ ഡീറ്റെയിൽസ് പ്ലസ് പ്രീവിയസ് 5 ഇയറിലെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് 6 വർഷത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിനെ നിങ്ങൾ ആക്ച്വൽ പ്രൊഡക്ഷൻ ആയിട്ട്, ദാറ്റ് മീൻസ് കറണ്ട് ഇയറിലെ പ്രൊഡക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കിട്ടും. പോയിന്റ് നമ്പർ 1. നമ്പർ 2, പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആക്ച്വൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിനകത്താണ്, പെർസെൻറ്റേജിനകത്താണ്. മനസ്സിലായി? ആക്ച്വൽ കപ്പാസിറ്റി ആക്ച്വൽ കപ്പാസിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പോലും ആക്ച്വൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട പെർസെൻറ്റേജിനകത്ത്. ദാറ്റ് മീൻസ് ആക്ച്വൽ കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻറ്റു 100. ദാറ്റ് മീൻസ് മാക്സിമം കപ്പാസിറ്റി ഇൻറ്റു 100 ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ. മറക്കരുത്. നോർമൽ ഐഡിയൽ കപ്പാസിറ്റി ഏതൊക്കെ തമ്മിൽ, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോർമൽ കപ്പാസിറ്റി നമ്മുടെ ഡിഫറൻസിനെ നോർമൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയാം. ആൻഡ് അബ്നോർമൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ആകെ കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ഏതാ അബ്നോർമൽ ഐഡിയൽ കപ്പാസിറ്റി എടുക്കാൻ നേരത്ത് ആക്ച്വൽ കപ്പാസിറ്റി, നോർമൽ കപ്പാസിറ്റി ഓർ പ്രാക്ടിക്കൽ കപ്പാസിറ്റി വിച്ച് എവർ ഈസ് ഹയർ എടുത്തിട്ട് വേണം നമ്മൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അബ്നോർമൽ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ. മനസ്സിലായി? അത് മാത്രമേ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. നോർമൽ കപ്പാസിറ്റി ഓർ പ്രാക്ടിക്കൽ കപ്പാസിറ്റി വിച്ച് എവർ ഈസ് ഹയർ എടുത്തിട്ട് വേണം ആക്ച്വൽ കപ്പാസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ. എന്നിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, അബ്നോർമൽ ഐഡിയൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. സപ്പോസ് എങ്ങാനും ഐഡിയൽ കപ്പാസിറ്റിയും പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയൽ കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻറ്റു 100 വേണം ചെയ്യാം. മനസ്സിലായി? ആക്ച്വൽ കപ്പാസിറ്റിയോ ഐഡിയൽ കപ്പാസിറ്റിയോ പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിവൈഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി ഇൻറ്റു 100 വേണം ചെയ്യാൻ. ക്ലിയർ? ആൻഡ് അടുത്തത് നോക്കി, എക്സസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആൻഡ് ആക്ച്വൽ കപ്പാസിറ്റി. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിനേക്കാൾ മുകളിലാണ് ആക്ച്വൽ കപ്പാസിറ്റി എങ്കിൽ അതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. വിട്ടുപോകരുത്. എങ്ങനെ ഒബ്ജക്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതണം, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിനേക്കാൾ മുകളിൽ എത്രയാണ് ആക്ച്വൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ലൈസൻസ് കപ്പാസിറ്റി മീൻസ് ഓരോ റെഗുലേറ്ററിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സർട്ടൻ യൂണിറ്റ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ ലൈസൻസ് ഉള്ളൂ എന്ന് എഴുതുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈസൻസ് കപ്പാസിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. മനസ്സിലായി? മിഷൻ ഈ പറയുന്ന പോലെ 1 മണിക്കൂറിൽ 10 വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് നമുക്ക് നിലവിൽ റെഗുലേറ്ററി ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് വെച്ചിട്ട് നമുക്കൊരു 8 യൂണിറ്റ്സോ 6 യൂണിറ്റ്സോ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന 10 പകരം അല്ലെങ്കിൽ 15 പകരം ലൈസൻസിനകത്ത് എത്രയാണോ വന്നിരിക്കുന്നത് അത് വേണം ട്രീറ്റ് ചെയ്യാൻ.
ക്ലിയർ? ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. 7 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ട ചാപ്റ്ററാണ്, വിട്ടുപോകരുത്. അടുത്ത നോക്കി, റീ അസസ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഷാൾ ബി റീ അസസ്ഡ് ഇൻ കേസ് ഓഫ് എനി ഡ്യൂ ടു അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ ഓർ എനി അതർ റീസൺ ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ചേഞ്ച്. അതായത് ഈ പറയുന്ന പോലെ റീ അസസ്മെന്റ്, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഏതെങ്കിലും രീതിയിൽ ആ മിഷനറിക്കകത്ത് അഡീഷനോ ഡിലീഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിനെ റീ അസസ് ചെയ്യണം. ക്ലിയർ? അടുത്തത് determination of normal capacity. Okay, normal capacity is determined based on the actual capacity achieved or expected to be achieved over a period of time, or the average of achievable capacity over a period of time. The average of 3 to 5 years normal years may be considered for such a calculation. 3 മുതൽ 5 വരെ അവിടെ പറഞ്ഞിരിക്കുന്നത് നോർമൽ ഇയേഴ്സ്. ഈ പറയുന്ന ടേം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോർമൽ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോർമൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ നോർമൽ ഇയേഴ്സിന്റെ തന്നെ ട്രീറ്റ് ചെയ്യണം. മനസ്സിലായി? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5 വർഷത്തെ 1, 2, 3, 4, 5 5 വർഷത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 2000 യൂണിറ്റ്സാ, ഇവിടെ 2500 യൂണിറ്റ്സാ, ഇവിടെ 3000 യൂണിറ്റ്സാ. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആകെ കൂടെ 100 യൂണിറ്റ്സ് മാത്രമേ ഇയർ 4-നകത്തുള്ളൂ. ഇയർ 5-നകത്ത് 2000, 2500, 3000, ഓക്കെ, ഒരു 4000 യൂണിറ്റ്സ് ആണ് ഇയർ 5-നകത്ത് തന്നിരിക്കുന്നത് എന്ന് എടുക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഇയർ 4-നകത്ത് സ്ട്രൈക്ക് ആയിരുന്നു അല്ലെങ്കിൽ ലോക്കൗട്ട് ആയിരുന്നു, അതുകൊണ്ടാണ് ഈ പറയുന്ന യൂണിറ്റ്സ് കുറഞ്ഞിരിക്കണേ എന്നാണ് നിങ്ങൾക്ക് പ്രോബ്ലത്തിനകത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോർമൽ കപ്പാസിറ്റി എടുക്കാൻ ഏതിനെ വേണ്ട? ഈ 4 വേണ്ട, 1, 2, 3 + 5 ഇത് 4 കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കില്ല. മേ ബി ചോദിച്ചാൽ മനസ്സിലായി? അങ്ങനെ ഒരാൾ ഡൗട്ട് വിളിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോർമൽ കപ്പാസിറ്റി 3 to 5 ഇയേഴ്സ് എടുക്കാം, ബട്ട് അത് നോർമൽ ഇയേഴ്സ് ആയിരിക്കണം എന്ന് മാത്രം. ക്ലിയർ? നോർമൽ ഇയേഴ്സ് ആയിരിക്കണം. ഈ പ്രീവിയസ് ഇയറിലെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് അത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രൈക്കോ ലോക്കൗട്ടോ കാരണമാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും. വേറെ കാര്യമായിട്ടൊന്നും ഇതിനകത്തില്ല. ഇത് മെറ്റീരിയലിനകത്തുള്ള എക്സാമ്പിൾ ഞാൻ ഒന്ന് ഓടിച്ച് പറയാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രം. കമ്പനി സ്പെസിഫിക്കേഷൻ 1500 യൂണിറ്റ്സാണ്. നമ്പർ ഓഫ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 8 അവേഴ്സിന്റെ 3 ഷിഫ്റ്റ്. സോ 1500 ഇൻറ്റു 8 അവേഴ്സിന്റെ 3 ഷിഫ്റ്റ് കയറി വരും. അതിനകത്ത് പെയ്ഡ് ഹോളിഡേയ്സ് 365 ആണ്. അതിനകത്ത് 52, 12 മൊത്തം 64 ദിവസത്തെയാണ് ഹോളിഡേയ്സ് പറഞ്ഞത്. സോ ആദ്യം കണ്ടുപിടിക്കുമ്പോൾ 365 വെച്ചിട്ട് തന്നെ ചെയ്യാം. ഏത് മാക്സിമം കപ്പാസിറ്റി കണ്ടുപിടിക്കുക. ഇനി നോക്കി, പ്രിവെന്റീവ് ആൻഡ് വീക്ക്ലി മെയിൻ്റെനൻസ് ക്യാരിഡ് ഓൺ ദീസ് ഹോളിഡേയ്സ് ആൻഡ് നോർമൽ ഐഡിയൽ കപ്പാസിറ്റി ഈ പറയുന്ന 1 hour ആണ് ഈ പറയുന്ന ഷിഫ്റ്റ് ചേഞ്ചിന്റെ കാര്യത്തിന് വേണ്ടി പോണേ. ക്ലിയർ? ഈ പറയുന്ന 1, 2, 3, 4, 5 5 വർഷത്തെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. 1500 × 8 × 3 × 365 ചെയ്താൽ 365 ഡേയ്സ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കിട്ടും, അല്ലെങ്കിൽ മാക്സിമം കിട്ടും. പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1500 ഇൻറ്റു ഇവിടെ 8 എന്നുള്ളത് 7 ആവും. കാരണം 1 മണിക്കൂർ ഷിഫ്റ്റ് ചേഞ്ചിന് പോകും. ഇൻറ്റു 3 ഇൻറ്റു 365 എന്നുള്ളത് 52, 12 എത്ര ദിവസം പോകും? 64 ദിവസം പോകും. കാരണം എന്താ? ഈ ഇത്രയും ദിവസം ഹോളിഡേയ്സ് ആണ്. അപ്പോൾ പ്രാക്ടിക്കലി കിട്ടി. ക്ലിയർ? ഇനി നോർമൽ കപ്പാസിറ്റി കിട്ടാൻ ഇതൊന്ന് 1, 2, 3, 4, 5 ഇതെല്ലാം കൂടെ ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നോർമൽ കപ്പാസിറ്റി കിട്ടി. ആക്ച്വൽ കപ്പാസിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കണ്ടുപിടിച്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് കിട്ടും. മനസ്സിലായോ? ഇനി ഐഡിയൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐഡിയൽ കപ്പാസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പെർസെൻറ്റേജ് തന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐഡിയൽ കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻറ്റു 100 ചെയ്താൽ അത് കിട്ടും. അബ്നോർമൽ കപ്പാസിറ്റി, ആക്ച്വൽ കപ്പാസിറ്റി ഓർ പ്രാക്ടിക്കൽ കപ്പാസിറ്റി ഓർ നോർമൽ കപ്പാസിറ്റി വിച്ച് ഓർ ഇസ് ഹയർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? നമ്മുടെ ആക്ച്വൽ കപ്പാസിറ്റിയായിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? അബ്നോർമൽ കപ്പാസിറ്റി കിട്ടും. ക്ലിയർ? വളരെ എളുപ്പമാണ്. ആ 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ആ മെറ്റീരിയലിനകത്ത്, ദാറ്റ് മീൻസ് നമ്മൾ നോട്ട്ബുക്കിനകത്ത് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. എളുപ്പമല്ലേ? ഓക്കെ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് മെറ്റീരിയലോ ലേബറോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചുമ്മാ എല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ.